ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമുക്ക് ഏവർക്കും ഉപകാരപ്പെടുന്ന വളരെ മികച്ചൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ്റെ പേര് എൻ്റെ ജില്ല എന്നതാണ്. സർക്കാർ പുതിയതായി ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് സർക്കാർ ഓഫീസുകളുടെ വിവരങ്ങൾ നമ്മുടെ ജില്ലയിലെ കളക്ടറേറ്റിൻ്റെയും വില്ലേജ് ഓഫീസുകളുടെയും പഞ്ചായത്ത് ഓഫീസുകളുടെയും പോലീസ് സ്റ്റേഷൻ്റെയും മറ്റു സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസുകളുടെയും ഡീറ്റെയിൽസ് വളരെ കൃത്യമായി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയം തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചെന്ന് വരില്ല. കാരണം സർക്കാർ അതിൻ്റെ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ ഏത് ജില്ല എന്നൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വീഡിയോയുടെ ഭാഗത്ത് അത് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഫീച്ചറിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി എൻ്റെ ജില്ല എന്ന് സെർച്ച് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ശേഷം ഈ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ ജില്ലയായ കാസർഗോഡ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ശേഷം കണ്ടിന്യൂ അമർത്തിയാൽ നമുക്കിവിടെ ഒരുപാട് ഡീറ്റെയിൽസ് കാണാം. ഡിസ്ട്രിക്ട് ഓഫീസ്, താലൂക്ക് ഓഫീസ്, അതുപോലെ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം. താലൂക്ക് ഓഫീസ്, റവന്യൂ ഡിവിഷണൽ ഓഫീസ്, പോലീസ് സ്റ്റേഷന്, ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. നമുക്ക് അക്ഷയ സെൻറ്റർ, അങ്ങനെ ഒരുപാട് വിവരങ്ങളുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പഞ്ചായത്ത് എടുക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പഞ്ചായത്ത് എവിടെയാണെന്ന് എനിക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ പുത്തിക എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. പുത്തിക പഞ്ചായത്ത് എടുക്കുന്ന സമയത്ത് ഇവിടെ കാണാം, കണ്ടോ, മേക്ക് ഫോൺ കോള്, ലൊക്കേറ്റ് ഓൺ മാപ്പ്, നമുക്ക് എവിടെയാണെന്ന് അതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താം. റൈറ്റ് റിവ്യൂ വേണമെങ്കിൽ നമുക്ക് എഴുതാം. സെൻഡ് ചെയ്യാൻ ഇമെയിൽ, അതായത് നമുക്ക് അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ വഴി അയക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ റിവ്യൂ, ഫോൺ നമ്പർ, മറ്റുള്ള ഡീറ്റെയിൽസ് ഇത് നമുക്ക് ലഭിക്കും. ഇങ്ങനെ കൃത്യമായി ഏതൊരു ഓഫീസിൻ്റെയും നമ്പറുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഇത് നമുക്ക് ലഭ്യമല്ല. ഉദാഹരണത്തിന് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ ആഡ് ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് കാസർഗോഡിൻ്റെ അടിക്കുന്ന സമയത്ത് ഇവിടെ നോ ഡാറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നുള്ളത്. വൈകാതെ ഇവിടെ ലഭിക്കുമെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സഹകരിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ.